Hello guys. Today Kadala dish guys. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അവൻ പറഞ്ഞ പോലെ ഇന്ന് കടല ഡിഷ് ഗൈസ്. കടലയാണ് കേട്ടോ ഇന്നത്തെ ഡിഷ്. കടല നമുക്ക് ഉപ്പേരി പോലെ ഉണ്ടാക്കാം, അതായത് മസാല ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇത് വെറുതെ കഴിക്കാനും ഒക്കെ നല്ല രസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. അത് കടലേൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ചിട്ട് ഞാനത് ഉപ്പിട്ട് വിസിലടിക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇത് വേവുന്ന അത്ര വിസിലടിക്കണം. ഞാനൊരു 5 വിസിലടിക്കുന്നുണ്ട്, സിമ്മാക്കി വെച്ച് 5 വിസിൽ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടത് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതാ എൻ്റെ കടല കുക്കായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതാ കടല നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റാണ്. അതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, അത് അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇതാ നോക്കൂ, കടലൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. പ്രസ് ചെയ്യുമ്പോഴൊക്കെ നല്ല ഉഷാറായിട്ട് പ്രസ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം ഇനി. അപ്പോൾ അതാ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കടുകാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് വറ്റൽമുളക്. എന്നിട്ട് നമുക്കിതിലേക്ക് 2 വലിയ ഉള്ളി, നല്ല വലിയ ഉള്ളിയാണ്, 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം, കറിവേപ്പില ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് ഞാനിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഉള്ളി വാടാൻ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടി കിട്ടും എന്നുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഈ മസാലക്കടലല്ലേ, ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി മോരുകറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ദോശയുടെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല കോമ്പിനേഷനാട്ടോ ഇത്. അപ്പോൾ ഇത് എൻ്റെ ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടീസ്പൂൺ ചിക്കൻ മസാല, ചില്ലി പൗഡർ 1 ടീസ്പൂൺ, കോറിയാൻഡർ പൗഡർ 2 ടീസ്പൂൺ, അതുപോലെ തന്നെ ഗരം മസാല 1 ടീസ്പൂൺ. അപ്പോൾ ഇത്രയും പൊടികളാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലപോലെ വാട്ടിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഞാനിത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടണം. അതുപോലെ നമുക്കിതിൽ എണ്ണ കുറവാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ എൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ മാറി ഞാനിതിലേക്ക് ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 1.5 തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി നല്ലപോലെ കുക്കായി വരണം. വെള്ളം ഞാൻ ചേർത്തി കൊടുക്കുന്നില്ല. ഇത് ഈ തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ ഇത് വേവാവും. ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ നമ്മുടെ കടല വേവിച്ചതിൽ ബാക്കി വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ സെപ്പറേറ്റ് വേറെ വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല. ഇതിനി നല്ലപോലെ തിളപ്പിച്ച് തക്കാളി നല്ലപോലെ കുക്കാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് പാകത്തിനില്ലേന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ച് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് എൻ്റെ കടല ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ മസാലയുടെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇനി കടല ഇട്ട് കൊടുക്കുമ്പോൾ അതിലും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണേ. തിളപ്പിച്ച് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ആവുക. അങ്ങനെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു മസാല ഇട്ട കടലയ്ക്ക്. അപ്പോൾ ഇതെൻ്റെ കടല റെഡിയായി വരുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിരവി വെച്ച നാളികേരം ഞാൻ ഒരു പിടി നാളികേരം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നല്ലപോലെ ചൂടാക്കി എടുക്കണം, ഇല്ലെങ്കിൽ കേട് വന്ന് പോകും പെട്ടെന്ന്. നമ്മുടെ കടല നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്കിതിൽ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇത്. കടലക്കറി വെക്കുന്ന സമയത്ത് വേവിച്ച കടല കുറച്ച് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. ഡ്രൈ ആയാലും നല്ല ടേസ്റ്റാണ് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.